പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഇന്ന് ഓരോ മനുഷ്യൻ്റെയും ജീവിതം നാശത്തിലൊടുങ്ങുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്ന് അനേകം വ്യക്തികളും കുടുംബങ്ങളും പലതരത്തിലുള്ള നാശങ്ങളിലേക്ക് കടന്നു പോകുന്നു. എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? നമുക്ക് കർത്താവിൻ്റെ തിരുവചനം എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസബുദ്ധി അപകടത്തിൽ ചാടും. രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന് നിർബന്ധ ബുദ്ധി, രണ്ട് സാഹസബുദ്ധി. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. എത്രയോ വലിയ സത്യമാണ്. ഇന്ന് അനേകം വ്യക്തികൾക്കും അനേകം കുടുംബങ്ങളിലേക്കും നാശം കടന്നു വന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? പല മക്കളും പല കുഞ്ഞുങ്ങളും നാശത്തിൽ പോയി ഒടുങ്ങുന്നതിൻ്റെ, നാശത്തിൽ പോയി അവസാനിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മാതാപിതാക്കളുടെ അടുത്ത് അവർ നിർബന്ധ ബുദ്ധിയിൽ അവരുടെ പ്രവർത്തനം തുടങ്ങും. അതാണ് അവരുടെ ജീവിതത്തിലേക്ക് നാശമായി വരുന്നത്. മാതാപിതാക്കൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ മക്കളുടെ നിർബന്ധ ബുദ്ധി അവസാനം അവരെ നാശത്തിൽ കൊണ്ടുപോയി. നിർബന്ധ ബുദ്ധി പിടിക്കുന്ന മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ നിർബന്ധ ബുദ്ധി പിടിക്കുമ്പോൾ അവർക്ക് നാശം സംഭവിക്കരുതല്ലോ എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. പക്ഷെ ആ നടത്തി കൊടുത്ത കാര്യം അവൻ്റെ ജീവിതത്തിൽ നാശമായിട്ട് വരും. ഇന്ന് നമുക്ക് സമൂഹത്തിലേക്ക് നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. യുവജനങ്ങളുടെ ജീവിതത്തിൽ അവർ പലതരത്തിലുള്ള വാഹനങ്ങൾക്ക് വേണ്ടി മോഹിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വാഹനങ്ങൾ പറപ്പിക്കുന്നതും ചാടിക്കുന്നതും അന്തരീക്ഷത്തിലൂടെ ഡൈവ് ചെയ്യുന്നതൊക്കെ ഇവർ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകുകയാണ്. എനിക്കും ഇതുപോലൊരു വാഹനം മേടിക്കണം, എനിക്കും ഇതുപോലെ ഒന്ന് പറപ്പിക്കണം. അത് യുവാക്കളുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തിനും തിളയ്ക്കുന്ന സമയമാണ്. മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ പൈസ ഇല്ലാത്തവരായിരിക്കാം. അവർ കടവും വാങ്ങി CC എടുത്ത് ലോണും എടുത്ത് വാഹനം വാങ്ങിച്ചു കൊടുക്കും. ആ വാഹനം ഇന്ന് പല വ്യക്തികളും കൊണ്ടുപോയി അവരുടെ ഇഷ്ടമനുസരിച്ച് ഓടിക്ക് ആ നിർബന്ധ ബുദ്ധിക്ക് വാങ്ങിയ ആ വാഹനം വിവേകമില്ലാതെ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഒറ്റ പറപ്പീര, ആ പറപ്പീരോടുകൂടി അവൻ നാശത്തിലടയും. കാലും കൈയും എല്ലാം ഒടിഞ്ഞ് തകർന്നു കിടക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് പോയതിൻ്റെ പേരിൽ മരിച്ചുപോയവരുടെ ലിസ്റ്റുകൾ ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ അപകടം. ഏതെങ്കിലും വാഹനങ്ങളുടെ അടിയിൽ ചെന്ന് കയറുന്നു, ഏതെങ്കിലും വാഹനങ്ങൾ കൊണ്ടുപോയി ഇടിക്കുന്നു, അതല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഇടിക്കുന്നു, അതല്ലെങ്കിൽ കലുങ്കം തകർത്ത് വെള്ളത്തിലേക്ക് പോകുന്നു, പാലവും തകർത്ത് വെള്ളത്തിലേക്ക് പോകുന്നു. അടിസ്ഥാനം എന്താ? നിർബന്ധ ബുദ്ധിയിലൂടെ സ്വന്തമാക്കിയത് അവനെ നാശത്തിലെത്തിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നിർബന്ധ ബുദ്ധിയിലൂടെ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനം നാശത്തിലെത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പലതരത്തിലുള്ള നിർബന്ധ ബുദ്ധികളുണ്ട്. ആർക്കും മനസ്സിലാകത്തില്ലാത്ത രീതിയിലുള്ള നിർബന്ധ ബുദ്ധി പിടിച്ചുകൊണ്ട് വളരെ വളരെ ബുദ്ധിപൂർവം കരുക്കൾ നിൽക്കുന്ന മക്കളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. പ്രിയ സഹോദരങ്ങളെ, അത് നാശത്തിലേക്കുള്ള പോക്കാണ്. അവസാനം പറയുകയാണ്, സാഹസബുദ്ധി അപകടത്തിൽ ചാടും.
ഈ സാഹസ ബുദ്ധിയാണ് എനിക്ക് ആ കലിങ്ങിൻ്റെ അവിടുന്ന് അപ്പുറത്തേക്ക് പറപ്പിച്ച് ചാടിക്കാമെന്നുള്ള സാഹസം. 60 അല്ലെങ്കിൽ 70 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ബസ്സിനെ ഞാൻ ഓവർടേക്ക് ചെയ്ത് 140 പോകുമെന്നുള്ള ആ സാഹസ ബുദ്ധി, ഇത്ര മിനിറ്റ് കൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് എത്തുമെന്നുള്ള ആ നിർബന്ധ ബുദ്ധിയോടുള്ള വാഹനം പറപ്പിക്കൽ, ഇതൊക്കെ സാഹസ ബുദ്ധിയാണ്. അപകടത്തിൽ ചെന്ന് ചാടും, അപകടത്തിൽ ചാടുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹസ ബുദ്ധി ഉണ്ടെങ്കിൽ ആ സാഹസം പ്രവർത്തിച്ചുള്ള പരിപാടി ഒന്ന് ആത്മപരിശോധന ചെയ്ത് വിവേകത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ഉചിതം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. പലരും പല അപകടത്തിലും ചെന്ന് ചാടിയതിൻ്റെ പിന്നിലെ രഹസ്യം അവരുടെ സാഹസ ബുദ്ധിയാണ്. മാന്യമര്യാദയ്ക്ക് പോകുന്നവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഇത്തരം സാഹസ ബുദ്ധി കാണിക്കുന്ന പല വ്യക്തികളും കൈയും കാലും ഒടിഞ്ഞും നശിച്ചും മരിച്ചും അപകടത്തിൽ ചാടി നശിച്ചു പോകുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ഈ വചനമുണ്ടായിരിക്കട്ടെ: നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസ ബുദ്ധി അപകടത്തിൽ ചെന്ന് ചാടും. ഈ നിർബന്ധ ബുദ്ധിയും സാഹസ ബുദ്ധിയുമെല്ലാം നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമുക്കൊന്ന് അടിയറ വയ്ക്കാം. അടിയറ വെച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധി ദൈവിക ചിന്തയിലൂടെ മറ്റുള്ളവർക്ക് നാശത്തിൽ വരാതെ ഉപകാരപ്രദമാകുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങുമെന്നും സാഹസ ബുദ്ധി അപകടത്തിൽ ചാടുമെന്നും അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിർബന്ധ ബുദ്ധിയുടെ പരിണിതഫലമായിട്ട് നാശം വന്ന അനുഭവങ്ങളുണ്ട്. ബുദ്ധിശൂന്യമായ സാഹസ ബുദ്ധി ചെയ്തതിൻ്റെ പരിണിതഫലമായി അപകടത്തിൽ ചാടിയ അവസ്ഥകളുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് സാഹസ ബുദ്ധിയിലും നിർബന്ധ ബുദ്ധിയിലും ജീവിക്കുന്ന മക്കളെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.